ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ വചനത്തിന്റെ ചിന്തയ്ക്കായിട്ട് ഒരു വേദഭാഗം എടുക്കാം. അതിനു മുമ്പ് ഒരു കാര്യം പറയുന്നത്, നമ്മുടെ ലൈഫില് കർത്താവ് നമ്മുടെ ജീവിതത്തെ കൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവന്റെ മഹത്വത്തിനായി, അല്ലെ, നമ്മൾ എന്ത് ചെയ്താലും ദൈവനാമ മഹത്വത്തിനായി ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ലൈഫ്, ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ നാമമഹത്വത്തിനായിട്ട് ഓരോ നിമിഷവും തീരുക എന്നുള്ളതാണ്. അപ്പോഴെങ്ങനെയാണ് ഒരാൾ തന്റെ ജീവിതത്തിൽ, വിശ്വാസി തന്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ദൈവനാമമഹത്വത്തിനായി ജീവിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് എല്ലാ സാഹചര്യങ്ങളും ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി ജീവിക്കുന്നത്? അതിനകത്ത് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംതൃപ്തി എന്നുള്ളതാണ്. അതായത് എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തിൽ സംതൃപ്തി കണ്ടെത്താൻ കഴിയുക എന്നുള്ളത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ പലപ്പോഴും എനിക്കില്ലാതെ പോയിരുന്ന ഒരു കാര്യം ഈ സംതൃപ്തിയായിരുന്നു. എനിക്ക് പ്രോബ്ലംസിന് സൊല്യൂഷൻ ഞാൻ സ്ട്രഗിൾ ചെയ്യുന്ന എന്റെ പ്രശ്നങ്ങൾക്ക് ഒരു വിടുതൽ, ഒരു സൊല്യൂഷൻ വേണമെന്നുള്ളത് അതെന്നെ ഭയങ്കരമായി അലട്ടിയിരുന്നു. അപ്പോൾ ആദ്യം മുതൽക്കേ ഞാൻ ഇതിൽ ഫോക്കസ് ചെയ്തു. ഈ ഒരു പ്രോബ്ലം ഒന്ന് മാറിക്കിട്ടണം. അപ്പൊ ഈ പ്രോബ്ലം മാറിക്കിട്ടുന്നിടം വരെയും എനിക്കൊരു അസംതൃപ്തി ഉള്ളിൽ നടന്നുകൊണ്ടേയിരുന്നു. പക്ഷെ ദൈവം തന്നെ ഈ പ്രോബ്ലം മാറുന്നതിനേക്കാൾ ഇതില്ലായെങ്കിൽ, പ്രോബ്ലം മാറിയില്ലേലും ദൈവത്തിൽ സന്തോഷിക്കാൻ കഴിയും എന്നുള്ളത് എന്നെ ദൈവം പഠിപ്പിച്ചു ലൈഫിലൂടെ. പക്ഷേ നമ്മൾ ഒരു കാലഘട്ടത്തിൽ ദൈവം നമ്മളെ ഇത് പഠിപ്പിക്കുന്നുവെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോൾ അസംതൃപ്തി നമുക്കുണ്ടാകും. അസംതൃപ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഞെരുക്കം, സന്തോഷിക്കാൻ കഴിയാത്ത അവസ്ഥ. കാരണം പ്രശ്നങ്ങളുടെ മുന്നിൽ, പ്രശ്നങ്ങൾ വരുമ്പോൾ സന്തോഷിക്കാൻ കഴിയുന്നില്ല. തീർച്ചയായിട്ടും പ്രശ്നങ്ങൾ നമുക്ക് ദുഃഖമാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ബൈബിള് പറയുന്നത് എപ്പോഴും സന്തോഷിപ്പാനല്ലേ, എപ്പോഴും സന്തോഷിക്കുക, ദൈവത്തിൽ എപ്പോഴും സാറ്റിസ്ഫൈഡ് ആയിരിക്കുക. കാരണം നമുക്കുള്ള ആ ഒരു സ്വസ്ഥത, സംതൃപ്തി, ഒരു സാഹചര്യങ്ങളിൽ ദൈവമായിട്ടുള്ള ആ സംതൃപ്തി, അത് ആ വാഗ്ദത്തങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളതാണ്. ആ സംതൃപ്തി എടുത്തു കളയാൻ നമ്മുടെ സാഹചര്യങ്ങൾക്ക് ഒരിക്കലും കഴിയുന്നതല്ല. ഇപ്പോൾ ഒരാള് തന്റെ എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തിൽ സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തിലാണ് താൻ എപ്പോഴും സാറ്റിസ്ഫൈഡ് ആയിരിക്കുന്നതെങ്കിൽ അവിടെ താൻ ദൈവത്തിന് മഹത്വപ്പെടുത്തുകയല്ല ചെയ്യുന്നത്, ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. മറ്റുള്ള എല്ലാ സാഹചര്യത്തെക്കാളും അല്ലെങ്കിൽ തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ താൻ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുന്നത് ദൈവത്തോടുള്ള ബന്ധത്തിലാണ്. എങ്കിൽ അവിടെ ദൈവമല്ലേ മഹത്വപ്പെടുന്നത്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഇങ്ങനൊരു ഘട്ടം എപ്പോഴും ഉണ്ടാവും. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ മാത്രം സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുവാൻ ദൈവം എല്ലാവരുടെയും ജീവിതത്തിൽ തോന്നും. മറ്റൊരു ബന്ധങ്ങളിലും ഒരു സാറ്റിസ്ഫാക്ഷൻ കൊണ്ട് ദൈവം സമ്മതിക്കുന്നില്ല. അത് ദൈവം സ്നേഹിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന ഒരു കാര്യമാണ്. അത് ഭാര്യ ഭർത്താവ് ബന്ധമാണെങ്കിൽ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ഗ്യാപ്പ് കിട്ടിയേക്കും. ആ വ്യക്തിക്ക് എപ്പോഴും സ്വസ്ഥതയോടെ ചാരി നിൽക്കാൻ കഴിയുന്നത് ദൈവത്തോട് മാത്രമായിരിക്കും. അതെല്ലാം വിശ്വസിക്കും. അപ്പൊ അങ്ങനെ ഒരു ശൂന്യത, ഒരു അസംതൃപ്തി, ഈ സംതൃപ്തി ദൈവത്തിൽ മാത്രമേ കണ്ടെത്താൻ കഴിയത്തുള്ളൂ. ഇത് കണ്ടെത്തുമ്പോഴാണ് അയാൾക്ക് മറ്റു ഒന്നിനോടും സംതൃപ്തി കൊണ്ടുവരാൻ കഴിയുന്നില്ല. ദൈവത്തിൽ മാത്രമേ ആ സംതൃപ്തി അയാൾക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ അയാളുടെ ജീവിതത്തിൽ ആരാണ് മഹത്വപ്പെടുന്നത്? ദൈവമാണ് മഹത്വപ്പെടുന്നത്. നമ്മൾ ഇതിലാണോ, ആരിലാണോ സന്തോഷവും സംതൃപ്തിയും കണ്ടെത്തുന്നത്, അതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ മഹത്വം എടുക്കുന്നത്. അതിനായിരിക്കും നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ വാല്യൂ, അതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ വിലയേറിയത്. ഇങ്ങനെ ഈ സംതൃപ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിശ്വാസിയുടെ ജീവിതത്തിൽ. ഇപ്പോൾ നമ്മുടെ ജീവിതത്തില് ദൈവത്തിലാണോ നമ്മൾ കൂടുതൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കുന്നത്, അത് നമ്മുടെ ഫാമിലിയിലാണോ, നമ്മുടെ നമ്മുടെ സാഹചര്യങ്ങളൊക്കെ അനുസരിച്ചാണോ നമ്മുടെ സന്തോഷം ഉണ്ടാകുന്നത്? നമ്മുടെ സാഹചര്യങ്ങൾ മാറുമ്പോൾ നമ്മുടെ സന്തോഷം മാറുന്നു. ഇനിയിപ്പോ നാളെ ഈ ചർച്ച മാറി ഒരു ഫാനൊന്നും ഇല്ലാത്ത, ഇരിക്കാനൊരു സുഖമൊന്നും ഇല്ലാത്ത ഒരു ചർച്ച കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആരാധിക്കാൻ കഴിയുന്നുണ്ടോ? സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടോ? അല്ലെങ്കിൽ അവിടെയും നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നുണ്ടോ? സംതൃപ്തിയോടെ ഇവിടെ ഇരുന്ന് അതേ സന്തോഷം ഒരു ഇത്തിരി പോലും മാറ്റമില്ലാതെ അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? അവിടെ ആ വ്യക്തി അല്ലെങ്കിൽ അവര് കൂടുതൽ സംതൃപ്തി കണ്ടെത്തിയിരിക്കുന്നത് ആരിലായിരിക്കും? ദൈവത്തിലായിരിക്കും. എല്ലാ സാഹചര്യങ്ങളിലും സ്വസ്ഥമായി ഇരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ വ്യക്തി അല്ലെങ്കിൽ അവർ ദൈവത്തിലാണ് ആശ്രയിക്കുന്നതെന്നാണ് അതിന്റെ അർത്ഥം. നമ്മുടെ എല്ലാ സാഹചര്യങ്ങളിലും നമ്മൾ ദൈവത്തിൽ മാത്രം സംതൃപ്തരാകുന്നുവെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തെയാണ് മഹത്വപ്പെടുത്തുന്നത് എന്നാണ്. നമ്മുടെ ജീവിതം അങ്ങനെയാണ് ദൈവത്തിന്റെ നാമത്തിനെ ഓരോ സെക്കൻഡുകളും ദൈവനാമത്തിന്റെ മഹത്വമായി മാറുന്നത്. ഇതല്ല ഇനി നമ്മുടെ ജീവിതത്തിൽ മറ്റു പല കാര്യങ്ങളാണ് നമുക്ക് കൂടുതൽ സന്തോഷം നൽകുന്നതെങ്കിൽ തീർച്ചയായിട്ടും എന്തിനായിരിക്കും ഗ്ലോറി കൂടുതൽ? ഞാൻ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന കാര്യങ്ങൾക്കായിരിക്കും എന്റെ ലൈഫ് ഗ്ലോറി കൂടുതൽ. ഞാൻ എന്റെ കുടുംബത്തിന് അങ്ങനെ വല്ലോ അതിനാണ് പ്രാധാന്യം കൂടുതൽ കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഗ്ലോറി കൊടുക്കുന്നത് അവർക്കായിരിക്കും. അപ്പോൾ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം
എന്തായി തീരുകയാണ്, വേറെ രീതിയിലേക്ക് പോവുകയാണ്, വഴിമാറിപ്പെടുകയാണ്. അപ്പോൾ ബൈബിൾ പറയുന്നത് ദൈവം ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നു, ദൈവം നമ്മളിലൂടെ ദൈവനാമ മഹത്വം പ്രകടിപ്പിക്കേണ്ടതിന് വേണ്ടി നമ്മളെ ആക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് കാര്യത്തിലാണ് ദൈവത്തിലല്ലാതെ മറ്റെന്ത് കാര്യത്തിലാണ് നമ്മൾ കൂടുതൽ സാറ്റിസ്ഫൈഡ് ആകുന്നത്, അത് ദൈവനാമത്തിന്റെ മഹത്വത്തെ ഇല്ലാതാക്കുന്നു നമ്മുടെ ലൈഫ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തെ മഹത്വപ്പെടുത്താം. പലർക്കും അറിയത്തില്ല എങ്ങനെയാണ് എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്, എങ്ങനെയാണ് ജീവിതത്തിൽ ഒരാൾ എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുന്നത്. അതിന്റെ അർത്ഥം എല്ലാ സാഹചര്യങ്ങളിലും അയാൾ എന്തിലാണ് സന്തോഷിക്കുന്നത്, എന്തിലാണ് അവർ ആശ്വാസം കണ്ടെത്തുന്നത്, എന്തിലാണ് അവർ സ്വസ്ഥത അനുഭവിക്കുന്നത്. എല്ലാ സാഹചര്യങ്ങളിലും ഒരു വിശ്വാസിക്ക് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ മാത്രമേ സന്തോഷിക്കാൻ കഴിയുന്നുള്ളൂ, ദൈവവചനത്തിൽ മാത്രമേ സന്തോഷിക്കാൻ കഴിയുന്നുള്ളൂ, വേറെ ഒന്നുമില്ല അയാൾക്ക് സന്തോഷിക്കാൻ. ദൈവത്തിൽ മാത്രമേ ഉള്ളൂ എങ്കിൽ അത് അയാളുടെ ജീവിതം മുഴുവനും ദൈവനാമ മഹത്വത്തിനായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ എല്ലാവരും പല കാര്യങ്ങളിൽ സംതൃപ്തി കണ്ടെത്തുന്നവരാണ്. അപ്പോൾ നമുക്കൊരു പേടി വരും, അയ്യോ ദൈവമേ, ഞാൻ എൻ്റെ ജീവിതത്തിൽ മുഴുവനും എനിക്ക് മഹത്വം കൊടുക്കുന്നില്ല. അങ്ങനെ മുഴുവനായും നമുക്ക് ആർക്കും പെട്ടെന്നൊരു നിമിഷം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയത്തില്ല. നമ്മുടെ ജീവിതത്തിലെ വിലയേറിയതെല്ലാം ദൈവം പല രീതിയിലൂടെ കടത്തി വിട്ട് തകർത്ത് അതിനൊന്നും മഹത്വം കണ്ടെത്താതെ, അതൊന്നും നമുക്കൊരു ശാശ്വതമായ പരിഹാരം നമ്മുടെ ജീവിതത്തിൽ തരാതെ, അതൊന്നും നമുക്കൊരു സംതൃപ്തി സന്തോഷം തരാതെ ദൈവത്തിൽ മാത്രം കണ്ടെത്താൻ മാത്രം നമ്മളെ പഠിപ്പിക്കുകയും അത് മറ്റുള്ളതെല്ലാം ദൈവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകലെ വെക്കുകയും ചെയ്ത് ആണ് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത് ആ വഴിയിലേക്ക്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു കാര്യത്തിൽ പ്രോഗ്രസ് ഉള്ളവരായി മാറുന്നത്. അപ്പോൾ ആദ്യം പലരും പറയുന്നതായിട്ടുണ്ട്, എന്റെ ജീവിതത്തിൽ മറ്റൊരു സന്തോഷമില്ല, കർത്താവിലുള്ള ഈ സന്തോഷം മാത്രമേ ഉള്ളൂ, കർത്താവിലുള്ള സമാധാനം മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല നിങ്ങൾക്ക്. അതല്ലേ ഏറ്റവും ഭാഗ്യകരമായ ഒരവസ്ഥ. കർത്താവ് മാത്രമായിരിക്കുന്നതാണ് ഏറ്റവും ഭാഗ്യകരമായ അവസ്ഥ. മറ്റുള്ള സന്തോഷങ്ങൾ നമ്മളുടെ അടുത്തേക്ക് വരുമ്പോഴാണ് നമുക്ക് അതിന് കൂടുതൽ ഗ്ലോറി കാണുകയും നമ്മൾ അതിലേക്ക് കൂടുതൽ തിരികുകയും ചെയ്യും. നമ്മളെ സന്തോഷിപ്പിച്ച ആ കാര്യങ്ങൾക്ക് കൂടുതൽ ഗ്ലോറി നമ്മൾ കണ്ടെത്തും, അതിലേക്ക് നമ്മൾ തിരികുകയും ചെയ്യും. അതുകൊണ്ട് ബൈബിൾ പ്രധാനമായി പറയുന്ന ഒരു കാര്യം, അവന്റെ നാമ മഹത്വത്തിനായി നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നു. നമ്മുടെ ഇടയിലൂടെ ദൈവത്തിന്റെ നാമം മഹത്വം എടുക്കേണ്ടതിന് നമ്മളെ ഇവിടെ ആക്കിയിരിക്കുന്നു. സംഖ്യാപുസ്തകം 20-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ മോശയോടും അഹരോനോടും ദൈവം പറയുന്നുണ്ട്, നിങ്ങൾ ഇസ്രായേൽ മക്കൾ കാണുകെ എൻ്റെ നാമത്തെ എന്നെ ശുദ്ധീകരിക്കാതിരുന്നതിനാൽ നിങ്ങൾ ഈ സഭയെ വാഗ്ദത്ത ദേശത്ത് കൊണ്ടുപോവുകയില്ല എന്ന് ദൈവം അവരോട് പറയുന്നുണ്ട്. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ദൈവത്തെ വിശ്വസിച്ചില്ല, ദേഷ്യപ്പെട്ടു. ജനങ്ങൾ വെള്ളം കിട്ടാതെ ദേഷ്യപ്പെട്ടപ്പോൾ മോശയും ദേഷ്യപ്പെട്ട് ദൈവം വടികൊണ്ട് കൽപ്പിക്കാൻ പറഞ്ഞെടുത്ത് വടികൊണ്ട് അടിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ദൈവനാമത്തെ ആ ജനങ്ങളുടെ ഇടയിൽ എങ്ങനെ ശുദ്ധീകരിക്കാതിരുന്നു? വിശ്വസിക്കാത്തതിലൂടെ ശുദ്ധീകരിക്കാതിരുന്നു. അപ്പോൾ ഈ വിശുദ്ധീകരിക്കുക എന്നാണ് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് നമ്മളുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ മോശയുടെയും അഹരോന്റെയും ലീഡർഷിപ്പിൽ നിൽക്കുന്ന അവരുടെ ജീവിതത്തിൽ ദൈവനാമത്തെ വിശ്വസിച്ചുകൊണ്ട് ദൈവനാമത്തെ ശുദ്ധീകരിക്കുന്നത്? ദൈവനാമത്തെ വിശ്വസിക്കുമ്പോൾ, ട്രസ്റ്റ് ചെയ്യുമ്പോൾ, പൂർണ്ണമായി ആശ്രയിക്കുമ്പോൾ, പൂർണ്ണമായി സംതൃപ്തിപ്പെടുമ്പോൾ, ദൈവത്തിൽ മാത്രം ട്രസ്റ്റ് ചെയ്യുമ്പോൾ മറ്റ് നാമങ്ങളിൽ നിന്ന് യഹോവയുടെ നാമം അവരുടെ ഇടയിൽ വ്യത്യസ്തപ്പെടുകയാണ്. അന്ന് ഇസ്രായേൽ ജനങ്ങളുടെ ഇടയിൽ ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുമ്പോൾ അവരുടെ വിശ്വാസത്തിലൂടെയാണ് ദൈവനാമം അവരുടെ ഇടയിൽ മഹത്വപ്പെടുന്നത്. അപ്പോൾ മോശയും അഹരോനും അതിൽ തോറ്റുപോവുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആരുടെ ദൈവത്തിന്റെ നാമത്തിലാണോ നമ്മൾ ആശ്രയിച്ചിരിക്കുന്നത്, സംതൃപ്തി കണ്ടെത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്നതിലൂടെ ദൈവനാമം നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ വിശുദ്ധീകരിക്കപ്പെടുകയാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മറ്റുള്ള നാമങ്ങളിൽ നിന്ന് ദൈവനാമം ദൈവത്തിൻ്റെ മക്കളുടെ ഇടയിൽ വ്യത്യസ്തമാകുകയാണ്. മറ്റു നാമങ്ങളെ പോലെ അല്ല ഈ നാമം പ്രവർത്തിക്കുന്ന നാമമാണ്. മറ്റ് ജാതികൾ ദൈവത്തെ വിശ്വസിക്കുന്നു, അവർ മറ്റു പല കാര്യങ്ങളും ചെയ്യുന്നു. ദൈവം പാതി മനുഷ്യൻ പാതി എന്നുള്ള രീതിയിലാണ് അവർ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ അവരുടെ കാര്യങ്ങളിൽ വിശ്വാസത്തിനപ്പുറമായി പ്രവർത്തിക്കുന്നുമുണ്ട്. പക്ഷേ ക്രിസ്ത്യാനി അങ്ങനെയല്ല. അവൻ ദൈവത്തിൽ മാത്രമാണ് ആശ്രയിച്ചിരിക്കുന്നത്, ദൈവത്തിൻ്റെ പ്രവർത്തിക്കായി വെയിറ്റ് ചെയ്യാണ്. കാരണം അവിടെ ദൈവമുണ്ട്, ദൈവം പ്രവർത്തിക്കുന്നവനാണ് എന്നുള്ള മറ്റുള്ള നാമങ്ങളിൽ നിന്ന് ഇതുപോലൊരു ദൈവമില്ല. ഇത് പഴയ നിയമത്തിൽ പറയുന്നത് പോലെ ഇതുപോലെ പ്രാർത്ഥന കേൾക്കുന്നവനിൽ പ്രവർത്തിക്കുന്ന ഇതുപോലൊരു ദൈവമില്ല എന്നും മറ്റ് നാമങ്ങളിൽ നിന്ന് നമ്മുടെ ദൈവത്തിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടുകയാണ് എൻ്റെ ജീവിതത്തിലൂടെ. ഞാൻ അവനിലാണ് കൂടുതൽ സംതൃപ്തിപ്പെടുന്നതെങ്കിൽ, ഞാൻ അവനിലാണ് കൂടുതൽ ആശ്രയിക്കുന്നതെങ്കിൽ, മറ്റ് നാമങ്ങളിൽ നിന്ന് മറ്റ് ജനങ്ങളുടെ ഇടയിൽ, ജാതികളുടെ ഇടയിലും ലോക മനുഷ്യരുടെ ഇടയിലും എൻ്റെ ദൈവത്തിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടുകയാണ്. നമ്മുടെ ജീവിതത്തിലൂടെ ദൈവത്തിൻ്റെ നാമം സെറ്റപ്പാർട്ട് ചെയ്യുകയാണ്, മറ്റ് നാമങ്ങളിൽ നിന്ന് വേർതിരിക്കപ്പെടുകയാണ്, ഉയർത്തപ്പെടുകയാണ്, വിശുദ്ധീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മളിലൂടെ ദൈവത്തിന്റെ നാമം എന്ത് ചെയ്യുന്നുണ്ട്? വിശുദ്ധീകരിക്കപ്പെടുന്നുണ്ട്. ദൈവത്തിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെട്ട നാമം തന്നെയാണ്. പക്ഷെ ദൈവത്തിന്റെ നാമം നമ്മൾ ഏറ്റെടുക്കപ്പെടുന്നതിലൂടെ,
അത് മറ്റ് ദേവനെ പോലെ ഒരു ദൈവമല്ല, മറ്റൊരു ദൈവമില്ല. എല്ലാ സാഹചര്യങ്ങളിലും നമ്മൾ നന്മയിലേക്ക് മാത്രം കൊണ്ടുവരുന്ന ഒരു ദൈവം, കഷ്ടതയായാലും ദുഃഖത്തിലായാലും എല്ലാവർക്കും സന്തോഷിക്കാൻ കഴിയുന്ന ഒരു പ്രത്യാശ നൽകിയ ഒരു ദൈവം. അപ്പോൾ എല്ലാ സാഹചര്യങ്ങളിലും ഒരാൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ അയാൾ ആ ദൈവനാമത്തെ വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്, ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുകയാണ്. അതാണ് സ്തുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദൈവനാമത്തെ നമ്മുടെ ലൈഫിൽ ഉയർത്തുന്നത് ഇങ്ങനെയാണ്. എല്ലാ സാഹചര്യങ്ങളിലും ദൈവം നല്ലവനാണ്, അവൻ എന്നും നല്ലവൻ, അവൻ എനിക്ക് നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ, അവൻ ഈ കഷ്ടത വരുത്തിയതിനകത്തും അവന്റെ മഹത്വമാണ് ഞാൻ കാണുന്നത്, അവൻ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് എനിക്കും അവനും എന്നെയും തമ്മിലുള്ള സന്തോഷം, ആ സന്തോഷത്തെ എടുത്തു മാറ്റാൻ ഈ ലോകത്തിൽ ഒരു കഷ്ടതയും കഴിയത്തില്ല എന്നൊരു വിശ്വാസി പറയുമ്പോൾ അവിടെയാണ് ദൈവനാമം ഉയർത്തപ്പെടുന്നത്. ഒരാള് ദൈവത്തിന്റെ ഗിഫ്റ്റുകൾ കിട്ടിയിട്ട് അതിനകത്ത് സന്തോഷം കണ്ടെത്തുന്നതിനകത്ത് പ്രത്യേകിച്ച് ദൈവനാമം. കാരണം ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും എന്തെങ്കിലും നല്ല ദാനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അവർ നന്ദി പറയും. അപ്പോൾ അവിടെ ദൈവത്തിന്റെ നാമം ഒരു പ്രത്യേക നാമമായി മാറുന്നില്ല. പക്ഷെ കഷ്ടതയുടെ നടുവിൽ ദൈവത്തെ അതിയായ ഒരാൾ സന്തോഷിക്കുമ്പോൾ, ഇനി ലോകത്തിൽ സന്തോഷമുള്ള സമയത്തും ദൈവത്തിൽ മാത്രം സന്തോഷം കണ്ടെത്താൻ കഴിയുന്നു, ആ സന്തോഷങ്ങളിലും ആ പ്ലഷറിലും ഒന്നും സംതൃപ്തി കണ്ടെത്താൻ കഴിയുന്നില്ല. അപ്പോഴും ആ നാമത്തിൽ മാത്രമേ ഒരു വ്യക്തിക്ക് ആശ്രയിക്കാൻ കഴിയുന്നുള്ളൂ, സംതൃപ്തി കണ്ടെത്താൻ കഴിയും. അതെന്തൊരു നാമം! അത് ആ സംതൃപ്തി ഈ നാമത്തെ എന്ത് ചെയ്യുന്നു? മറ്റുള്ള നാമങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കി മാറ്റി വെക്കുന്നു, സെപ്പറേറ്റ് ആക്കി മാറ്റി വെക്കുന്നു. ലോകത്തിലെ മറ്റേത് ദൈവങ്ങളിലുള്ള നാമം എടുത്തു വെച്ച് നോക്കിയാലും എന്തെങ്കിലും നല്ല ദാനങ്ങൾ കിട്ടിയാലും അവർ ആ ദൈവത്തെ നന്ദി പറയത്തുള്ളൂ, അവർക്ക് എന്തെങ്കിലും സന്തോഷം കിട്ടിയാലേ ദൈവത്തിന് സ്തുതി പറയത്തുള്ളൂ. പക്ഷെ എല്ലാ സാഹചര്യങ്ങളിലും ഈ നാമത്തെ സ്തുതിക്കുകയും ഉയർത്തുകയും അല്ലാതെ ഒരു വ്യക്തി അത് പൂർണ്ണ സന്തോഷത്തോടെ തന്നെ ചെയ്യുന്നത്. അപ്പോൾ ആ നാമത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അപ്പൊ ഇസ്രയേലിന്റെ അല്ലെങ്കിൽ വിശ്വാസികളുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിലൂടെ ദൈവത്തിന്റെ നാമം എന്ത് ചെയ്യുന്നു? മറ്റുള്ള നാമത്തിൽ നിന്ന് സെപ്പറേറ്റഡ് ആകുന്നു എന്നുള്ളതാണ് ആ വിശദീകരണം കൊണ്ട് അർത്ഥമാക്കുന്നത്. നാമം മറ്റുള്ള നാമത്തിൽ നിന്ന് സെപ്പറേറ്റഡ് ആകുന്നു. ആരുടെയും മനുഷ്യരുടെയും. ഓക്കെ, അപ്പോൾ ഈ അസംതൃപ്തി പലപ്പോഴും കൊണ്ടുവരാൻ അതായത് ദൈവത്തോടുള്ള സംതൃപ്തിയിൽ നമ്മൾ സന്തോഷിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാതെ വണ്ണം നമ്മളെ അസംതൃപ്തിയിലേക്ക് കൊണ്ടുപോകാൻ പിശാച് ശ്രമിക്കുന്ന 2 സ്ട്രാറ്റജിയാണുള്ളത്. പ്രധാനമായി ഒരുപാട് സ്ട്രാറ്റജി ഉണ്ട്. അതിൽ പ്രധാനമായും 2 സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ, 1 പെയിൻ, 2 പ്ലഷർ. 1 വേദന വരുത്തുന്ന സാഹചര്യം. അവിടെ നമ്മൾ ഈ വേദനയിൽ എന്ത് ചെയ്യും? ദൈവത്തോട് പിറുപിറുക്കും. ദൈവത്തോട് മാത്രമല്ല പിറുപിറുക്കുന്നത്, ഇനി ദൈവത്തോട് ഞാൻ പിറുപിറുക്കുന്നില്ല, അപ്പോൾ എന്തെങ്കിലും ഒരു സഹോദരൻ നിങ്ങളോട് എന്തെങ്കിലും കൈപ്പാട് ചെയ്തു, നിങ്ങൾക്ക് ഹൃദയത്തിൽ ഒരു ഭയങ്കര ഭാരം ആ സഹോദരനോട്. അപ്പോൾ ഞാൻ ദൈവത്തോട് പിറുപിറുക്കുന്നൊന്നുമില്ല, ദൈവമേ എന്താന്നൊക്കെ ചോദിക്കുന്നേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യുന്നില്ല. ഈ അവർ വിചാരിക്കുന്നത് ദൈവത്തോട് പിറുപിറുക്കുന്നില്ലല്ലോ, ഞാൻ അവിടെ ഒന്നും ചെയ്യുന്നില്ലല്ലോ. പക്ഷെ എനിക്ക് ഉള്ളിൽ ഒരു കയ്പ് വരുന്നത് കൊണ്ട്, എന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് ഇരിക്കുന്നുണ്ടല്ലോ, അതിനോട് ഞാൻ എന്ത് ചെയ്യാണ്? അതിനെ ദുഃഖിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിനെ ദുഃഖിപ്പിക്കുമ്പോൾ എന്റെ സാറ്റിസ്ഫാക്ഷൻ എവിടുന്ന് മാറി? ദൈവത്തിൽ നിന്ന് മാറി. എന്റെ സംതൃപ്തി, എന്റെ സന്തോഷം ദൈവത്തിൽ നിന്ന് മാറി കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് ദൈവത്തിൽ സന്തോഷമില്ല, കാരണം ഈ പ്രശ്നങ്ങൾ എന്റെ ഹൃദയത്തിലെ സന്തോഷം എടുത്തു കളഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങളെ എന്റെ നാമനിമിത്തം ഭീഷണം പറയുമ്പോഴും ദൂഷണം പറയുമ്പോഴും എല്ലാം നിങ്ങൾ ആർത്ത് സന്തോഷിപ്പാനാവട്ടെ. നിങ്ങൾ ദുഃഖിക്കരുത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിയേ വരുത്. ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് കർത്താവ് പറഞ്ഞ് നിങ്ങളുടെ ഹൃദയം സന്തോഷിപ്പാനാണ്. എപ്പോഴും സന്തോഷിപ്പിക്കും കർത്താവിൽ എപ്പോഴും. കാരണം ഇളകാത്ത അപ്പൊ വാഗ്ദത്തങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒരാൾക്ക് സന്തോഷമെങ്കിൽ, ഒരു സഹോദരൻ എന്ന് പറഞ്ഞാലും ആരേലും എന്ന് പറഞ്ഞാലും സഭയിൽ നിന്ന് പുറത്താക്കിയാലും ശുശ്രൂഷയിൽ നിന്ന് മാറ്റി നിർത്തിയാലും എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ഈ സന്തോഷം മാറുന്നില്ല. അതായത് 1 കൊരിന്ത്യർ ലേഖനം അതിന്റെ 13-ാം അധ്യായത്തില് സ്നേഹത്തെ പറ്റി പറയുന്നത്, സ്നേഹം ചീർക്കുന്നില്ല, നശിച്ചു പോകുന്നില്ല എന്ന് പറയുന്നു. അവിടെ പറയുന്ന വേറെ ട്രാൻസ്ലേഷനിൽ പറയുന്നത് സ്നേഹം തോറ്റു പോകുന്നില്ല എന്നും പറയുന്നു. അപ്പോൾ ദൈവത്തോടുള്ള ഒരു വ്യക്തിയുടെ സ്നേഹം ഒരിക്കലും ഊർന്നു പോകുന്നില്ല, ഒരു സാഹചര്യങ്ങൾക്കനുസരിച്ച് ഊർന്നു പോകുന്നു. അത് എപ്പോഴും നിലനിൽക്കുന്നു, എവർലാസ്റ്റിംഗ് ആണെന്നാ പറയുന്നത്. വിശ്വാസമോ നീങ്ങിപ്പോകും, അല്ലെ? പ്രത്യാശ നീങ്ങിപ്പോകും. കാരണം ഈ രക്ഷയുടെ ഒക്കെ പൂർത്തീകരണം വരുമ്പോൾ വിശ്വാസം പ്രത്യാശയൊക്കെ പോയിരിക്കും. പക്ഷെ സ്നേഹം എവർലാസ്റ്റിംഗ് ആണ്, അത് ഒരിക്കലും നിന്നു പോകുന്നു. അപ്പൊ ദൈവത്തോടുള്ള സ്നേഹം ഒരാൾക്ക് എന്ത് വരുന്നു? സംതൃപ്തി വരുന്നു. അപ്പോൾ ആ സ്നേഹം ഒരാളുണ്ടെങ്കിൽ ഏത് സാഹചര്യങ്ങളിലും അയാൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. സംതൃപ്തിയിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പെയിൻ വരുമ്പോഴും പ്രശ്നങ്ങൾ വരുമ്പോഴും സഹോദരങ്ങളും ഇടർച്ചകൾ വരുവാണെങ്കിലും ഏത് സാഹചര്യമാകട്ടെ, എല്ലാ സാഹചര്യങ്ങളിലും ദൈവം എനിക്ക് അനുകൂലമാണ് എന്നുള്ള ഒരു സന്തോഷം അയാൾക്ക് സംതൃപ്തി ഉണ്ടാകും, അയാളുടെ പ്രാണനെ തണുപ്പിക്കും. ഇപ്പോൾ പെയിൻ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്.
പിശാചിന്റെ ഒരു സ്ട്രാറ്റജി. അതുപോലെ തന്നെ പ്ലഷർ, അതായത് ഈ നമുക്ക് ദൈവം തരുന്ന നല്ല ദാനങ്ങളിൽ സന്തോഷിച്ചു പോവുക എന്ന് പറയും. നമുക്കിപ്പോ ദൈവം നമുക്ക് വലിയ കാര്യമായിട്ട് നമ്മുടെ നടത്തുന്നു, നമുക്ക് പ്രശ്നങ്ങളൊന്നും വരുതാതെ ദൈവം നമ്മളെ ഒന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നു. അപ്പോൾ നമ്മുടെ പ്ലഷർ സ്വാഭാവികമായും ഈ അതായത് പ്രശ്നമൊന്നും ഇല്ലാതെ സന്തോഷമായിട്ട് പോകുന്നതായതുകൊണ്ട് ഈ സാഹചര്യങ്ങളിൽ നിന്നുള്ള ഒരു സന്തോഷം എനിക്ക് ദൈവത്തോടുണ്ട്. അപ്പോൾ സാഹചര്യങ്ങളെ ആശ്രയിച്ച് ആ സാഹചര്യങ്ങളിലായിരിക്കും സന്തോഷം കാണുന്നത്, ദൈവത്തോടായിരിക്കത്തില്ല സന്തോഷം. ആ പ്ലഷർ ദൈവം തന്ന ഗിഫ്റ്റുകളോടായിരിക്കും. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 16-ാം അധ്യായം 14 മുതലുള്ള വാക്യം വായിക്കാമെങ്കിലും. ഞാൻ നിന്റെ അലങ്കാരം കൊണ്ട് നിന്റെ സൗന്ദര്യം പരിപൂർണമായതിനാൽ നിന്റെ കീർത്തി ജാതികളിൽ പരന്നു എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. എന്നാൽ നീ നിന്റെ സൗന്ദര്യത്തിൽ ആശ്രയിച്ച് നിന്റെ കീർത്തി ഹേതുവായി പരസംഗം ചെയ്തു. വഴി പോകുന്ന ഏവന്റെ മേലും നിന്റെ പരസംഗം ചെലവഴിച്ചു, അത് അവനുള്ളതായിരുന്നു. ഇവിടെ ഇസ്രായേൽ ജനങ്ങളെ പറ്റി എസെക്കിയേൽ പ്രവാചകൻ പ്രവചിക്കുകയാണ്. ഞാൻ നിന്നെ അണിയിച്ച അലങ്കാരം കൊണ്ട് നിന്റെ സൗന്ദര്യം പരിപൂർണമായതിനാൽ നിന്റെ കീർത്തി ജാതികളിൽ പരന്നു എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. എന്നാൽ നീ നിന്റെ സൗന്ദര്യത്തിൽ ആശ്രയിച്ച് നിന്റെ കീർത്തി ഹേതുവായി പരസംഗം ചെയ്തു. ഗിഫ്റ്റ് കൊടുത്ത ആളേക്കാൾ ഈ ഗിഫ്റ്റിനെ സ്നേഹിച്ചു. ഇന്ന് പലപ്പോഴും ഈ ശുശ്രൂഷകളിലൊക്കെ ഈ സ്പിരിച്വൽ ഗിഫ്റ്റ്, അതിലാണ് കൂടുതൽ ആൾക്കാർ സന്തോഷിക്കുന്നത്. ഭൂതങ്ങളെ ഇറക്കി വിടാനുള്ള കൃപാവരം, വചനം ടീച്ച് ചെയ്യാനുള്ള കൃപാവരം. ഇപ്പൊ ഞാൻ വചനം പറയുന്ന ആൾക്കാർ അംഗീകരിക്കുന്നു. കുറെ നാൾ കഴിയുമ്പോൾ എനിക്ക് ഈ വചനത്തിന്റെ കൃപാവരത്തിൽ ഞാൻ എന്ത് ചെയ്യാണ്? സന്തോഷിക്കുകയാണ്. അപ്പോൾ എന്റെ സംതൃപ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയും എന്റെ മെസ്സേജ് കേട്ടിട്ട് സ്വതം കൊള്ളാൻ ബ്രദറെ എന്ന് പറയാനാണ് എനിക്ക് സംതൃപ്തി. ആരെയും കൊള്ളത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അസംതൃപ്തിയാണ്. ഇനി മറ്റു പല കാര്യങ്ങളും ഇതുണ്ട്. വചനം പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല, എല്ലാ കൃപാവരങ്ങളും. ഇപ്പൊ കൃപാവരങ്ങളിൽ ദൈവം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ സ്പിരിച്വൽ ഗിഫ്റ്റിനെ പറ്റി അല്ല പറയുന്നത്, ഇവിടെ ദൈവം അവർക്ക് കൊടുത്ത ഭൗതികമായ ഗിഫ്റ്റുകളിൽ അവർ ആശ്രയിച്ച കാര്യമാണ് പറയുന്നത്. എങ്കിലും നമുക്കിതിനെ ആത്മീയമായി കണ്ടു കഴിഞ്ഞാൽ ദൈവം കൊടുത്ത ഗിഫ്റ്റുകളിലുള്ള ആശ്രയം, ദൈവം കൊടുക്കുന്ന നല്ല ദാനങ്ങളിലുള്ള ആശ്രയം, അതിൽ സന്തോഷിച്ച് ദൈവത്തിൽ സന്തോഷിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കാതെ അതിൽ സന്തോഷിച്ച് അതിൽ എന്ത് ചെയ്തു? ഒരു പേരെടുത്തു. അലങ്കാരം കൊണ്ട് നിന്റെ സൗന്ദര്യം പരിപൂർണമായതിനാൽ നിന്റെ കീർത്തി ജാതികളിൽ പരന്നു എന്ന് യഹോവയായ കർത്താവ്. ഇന്ന് പല ദേവദാസന്മാരിലും അവരുടെ ഗിഫ്റ്റുകൾ ജാതികളുടെ ഇടയിലും വിശ്വാസികളുടെ ഇടയിലും ഭയങ്കരമായ പേരിലേക്ക് പോകുമ്പോൾ ഇവർക്ക് ആ ഗിഫ്റ്റുകളിലുള്ള ഒരു സന്തോഷമുണ്ട്. അങ്ങനെ ഒരു സന്തോഷമുണ്ട്, ഈ ഗിഫ്റ്റ് നടത്തപ്പെടുന്നതിലുള്ള ഒരു സന്തോഷം. ആ സന്തോഷത്തിൽ പെട്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് ദൈവത്തിൽ മാത്രം സന്തോഷിക്കാൻ കഴിയുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് അവർ പതിയെ മാറിപ്പോകും. അവർ മാറി പോകുന്നത് മാത്രമല്ല, അവർ തെറ്റായ ഒരു ജീവിതശൈലി, പരസംഗത്തിലേക്ക്, ലോകത്തിന്റെ മോഹങ്ങളിലേക്ക് വീണ് പതിയെ ലോകത്തോട് സ്നേഹമുള്ളവരായി മാറിത്തീരും. അവർ ആ സൗന്ദര്യത്തിലൂടെ വന്ന ആ കീർത്തിയെ സ്നേഹിക്കും. ചില സഭകളിലൊക്കെ ആദിമ കാലഘട്ടങ്ങളിൽ ദൈവം അവരെ ഒന്നുമില്ലായ്മയിൽ നടത്തിക്കൊണ്ടുപോയി. കുറെ കാലം കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ ആയി ദൈവം ഭയങ്കരമായ സൂക്ഷിച്ചൊക്കെ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ അവരുടെ പേരും പ്രശസ്തിയും ഈ സഭയിലെ പുറംചട്ടകളിൽ ഉള്ള ആ സൗന്ദര്യത്തിലായിരിക്കും അവരുടെ സന്തോഷവും സമൃദ്ധിയൊക്കെ. മൈക്കൊന്ന് കേടായി കഴിഞ്ഞാൽ എല്ലാ സന്തോഷവും നിന്നുപോകും. അല്ലെങ്കിൽ എന്താ പറയുന്നത്, കറണ്ട് ഇല്ലാതായി കഴിഞ്ഞാൽ അസംതൃപ്തി ഉണ്ടാവും. ആ പുറംചട്ടകളിൽ എന്തായിരിക്കുന്നു? സന്തോഷമുള്ളവരായിരുന്നു. ഇവിടെ ഇസ്രായേൽ ജനങ്ങളെ പറ്റിയും അതാ പറയുന്നത്. എന്നാൽ നീ നിന്റെ സൗന്ദര്യത്തിൽ ആശ്രയിച്ചു, നിന്റെ കീർത്തി ഹേതുവായി പരസംഗം ചെയ്തു. പരസംഗം എന്ന് പറയുമ്പോൾ ലോകവുമായിട്ടുള്ള ഇഴകിച്ചേരലായിട്ട് നമുക്ക് പുതിയ നിയമത്തിൽ കാണാൻ കഴിയും. വഴി പോകുന്ന ഏവന്റെ മേലും നിന്റെ പരസംഗം ചെലവഴിച്ചു, അത് അവനുള്ളതായിരുന്നു. അപ്പോൾ ഇവിടെ ഇസ്രായേൽ ജനങ്ങൾ അവർക്ക് ദൈവം കൊടുത്ത പ്രഷർ, അതിൽ മാത്രം അവർ കോൺസെൻട്രേറ്റ് ചെയ്തു, അതിൽ അവർ സംതൃപ്തിയാണ്. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കഷ്ടതയിൽ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയും. പക്ഷെ സന്തോഷകരമായിരിക്കുമ്പോൾ എനിക്ക് ഇതൊന്നും അല്ല കർത്താവേ, നിന്നോടുള്ള ബന്ധം മാത്രമാണ് എനിക്ക് സംതൃപ്തി നൽകുന്നതും സന്തോഷം നൽകുന്നതെന്ന് പറയാൻ ഭയങ്കര പാടാണ്. കഷ്ടതയുടെ നടുവിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ കുറച്ചുകൂടെ സിമ്പിൾ ആണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഈ സന്തോഷം എന്തുണ്ടായാലും കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ മാത്രം സംതൃപ്തിയും മാത്രം സന്തോഷവും, മറ്റൊന്നിലൊന്നും സന്തോഷിക്കാൻ കഴിയുന്നില്ല. കാരണം അതൊരു തിരിച്ചറിവിൽ നിന്നാണ് മറ്റൊന്നിലൊന്നും സന്തോഷിക്കാൻ കഴിയാത്തത്. ഇതെല്ലാം ശാശ്വതമല്ല, ഇതെല്ലാം താൽക്കാലികമാണ് എന്നുള്ള തിരിച്ചറിവാണ്. ഇതെല്ലാം എന്നെ എങ്ങോട്ട് നയിക്കുന്നു, എന്നെ മോഹത്തിലേക്കും ജഡിക മോഹങ്ങളിലേക്കും ദൈവത്തിൽ നിന്നും അകറ്റുന്നു എന്നുള്ളൊരു തിരിച്ചറിവാണ് ഓരോ ദിവസവും ഇതിനെ വെറുക്കാനും ഇതിൽ സന്തോഷിക്കാനും കാരണമാകാത്തത്. ഇപ്പൊ എന്റെ ജീവിതത്തിൽ ദൈവം ഞാൻ കുറെ നാൾ ആലോചിച്ചായിരുന്നു, ഇതെന്റെ കുഴപ്പമാണോ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു. ദൈവം എനിക്ക് തരുന്ന ഭൗതികമായ ബ്ലെസ്സിങ്സ്, അതിപ്പോ ആട്ടെ എന്റെ മുന്നിൽ ഇരിക്കുന്ന ഈ ടാബ്ലറ്റ് ആയാലും ഈ ഫോൺ ആയാലും അല്ലെങ്കിൽ എന്റെ ലൈഫിൽ ദൈവം ചെയ്തിരിക്കുന്ന പല കാര്യങ്ങളുണ്ട്. ഇതിലൊന്നും എനിക്ക് ഒരിക്കലും ദൈവത്തോട് ആത്മാർത്ഥമായി നന്ദി പറയാൻ കഴിഞ്ഞിട്ടില്ല.
ഇതൊരു തെറ്റാണോന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഒരു തെറ്റാണെന്ന് തന്നെ ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. എന്തുകൊണ്ട് എനിക്ക് ഇതിനകത്തൊന്നും ദൈവത്തോട് നന്ദി പറയാൻ കഴിയുന്നില്ല? ബാക്കിയുള്ളവരൊക്കെ ഭയങ്കരമായിട്ട് നന്ദി പറയുന്നു. ചില ആൾക്കാർ പറയും, നിന്നെ ദൈവം എന്തിനെ സ്നേഹിക്കുന്നുണ്ടോ, അത് കണ്ടോ ഇത് കണ്ടോ, നീ ദൈവത്തോടൊന്ന് നന്ദി പറ, നിന്നെ എത്രത്തോളം ദൈവം ഉപയോഗിക്കുന്നു, നിന്റെ മേലുള്ള കൃപാവരം കണ്ടില്ലയോ. പക്ഷെ ഇതിനകത്തൊന്നും എനിക്ക് സന്തോഷിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഞാൻ ഇന്ന് വാസ്തവമായി നിങ്ങളോട് പറയുന്നത്. കാരണം എനിക്ക് ഇതിനകത്തൊന്നും ഒരു സന്തോഷം ഒരു ദിവസം ഇല്ല. ഈ കൃപാവരങ്ങളാലുള്ള ശുശ്രൂഷയും ഈ വചനം പറയുന്നതും ഇതിനകത്തൊന്നും എനിക്കും ഒരു സംതൃപ്തിയില്ല. പക്ഷെ കർത്താവിന്റെ ജീവൻ എപ്പോഴെങ്കിലും ഒക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്റെ ഉള്ളിൽ ഭയങ്കര സന്തോഷം നൽകുന്നു. അത് എന്താണെന്ന് ചോദിച്ചാൽ ആദ്യമൊക്കെ എനിക്ക് അറിയത്തില്ലായിരുന്നു. എന്റെ ഒരു വലിയ പോരായ്മയായിട്ടാണ് ഞാൻ അത് കണ്ടത്. പക്ഷെ ഇപ്പോൾ നോക്കുമ്പോൾ അതൊരു വലിയ നല്ല കാര്യമായിട്ട് തന്നെ ആയിരിക്കും ഞാൻ കാണുന്നത്. കാരണം ഞാൻ ഇതിനകത്തെങ്ങാനും സംതൃപ്തി കണ്ടെത്തിയായിരുന്നെങ്കിൽ ഞാൻ അതിനനുസരിച്ച് അതിനകത്ത് സംതൃപ്തി കണ്ട് ഞാൻ അത്രയൊക്കെ വളർന്നില്ലേ. എന്തോ വളരാൻ ഞാൻ എത്ര പ്രസംഗിച്ചാലും എന്റെ ഉള്ളിൽ ഉള്ള ആ ഞെരുക്കം ഞാൻ ആരാണെന്ന് എപ്പോഴും കാണിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ എത്ര വചനം പറഞ്ഞാലും എന്റെ ഉള്ളിൽ കർത്താവിന്റെ ജീവന്റെ സമൃദ്ധി ഇല്ല എങ്കിൽ എനിക്ക് ഒന്നുമില്ല എന്നുള്ളത് എന്റെ ഓരോ ദിവസവും എന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരുന്നത് കൊണ്ട് എനിക്ക് മറ്റൊരു കാര്യങ്ങളൊന്നും സന്തോഷിക്കാൻ കഴിയാതെ കർത്താവിന് മാത്രം എന്റെ ലൈഫിൽ നിന്നും കൂടിയാണ് ഞാൻ ഈ വചനം പറയുന്നത്, സംതൃപ്തി എന്നുള്ള കാര്യം പറയുന്നത്. കർത്താവിൽ മാത്രം സംതൃപ്തി കണ്ടെത്താൻ കഴിയുന്നുള്ളൂ, കർത്താവിൽ മാത്രമേ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്താൻ കഴിയുന്നുള്ളൂ. സന്തോഷിക്കുക ഒരു സെക്കൻഡ് പോലും, ഈ സെക്കൻഡ് കൂടിയും എനിക്ക് സന്തോഷിക്കണമെങ്കിൽ അത് കർത്താവിൽ മാത്രം സന്തോഷിക്കാൻ കഴിയും. അങ്ങനെ ആക്കി വെച്ചേക്കുവാണ് എന്റെ ഉള്ളിൽ. എപ്പോഴും ഒരു കാര്യത്തിലും ചില ആൾക്കാർ ഞാൻ ഈ ശുശ്രൂഷയിൽ സന്തോഷിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതെന്തോ പ്രശ്നമുണ്ട്. അങ്ങനെ അല്ല ദൈവം നമ്മളെ ശുശ്രൂഷയിലാക്കുന്നത്. പക്ഷെ ശുശ്രൂഷയൊക്കെ കർത്താവിനെയാണ്. ശുശ്രൂഷയൊക്കെ ഈ പറയുന്ന ദൈവത്തിന്റെ ജീവനില്ലാതെ നടക്കുന്നുണ്ട് പലയിടങ്ങളിലും. ദൈവത്തിന്റെ നാമത്തിലുള്ള സന്തോഷം, ജീവൻ വെളിപ്പെടുമ്പോഴുണ്ടാകുന്ന സമൃദ്ധി, ആത്മാവിന്റെ ഒരു ഫുൾഫിൽമെന്റ്, അതിലാണ് എനിക്ക് എപ്പോഴും ഒരു സ്വസ്ഥത ഉണ്ടായിട്ടുള്ളത്. ദൈവം ഈ ഭൗതികമായ ബ്ലെസ്സിങ്സ് ഒക്കെ തരുന്നതിനൊക്കെ അപ്പുറം ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ദൈവം എന്നെ തന്റെ ഹൃദയത്തെ ഒഴിച്ചു തരുന്നത് കാണുമ്പോഴാണ് എനിക്ക് എപ്പോഴും ഒരു സന്തോഷം. അപ്പോഴാണ് ദൈവമേ ഇതിന് ഞാൻ യോഗ്യനല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോഴാണ് എനിക്കിത് തന്ന് എന്നെ തോൽപ്പിക്കുന്നു, എന്നോട് ഇത് കരുണ കാണിക്കാൻ ദൈവമേ ഞാൻ യോഗ്യനല്ലല്ലോ എന്ന് വെളിപ്പെട്ട് ഞാൻ തകർന്നു പോയിട്ടുള്ളത് ആ നിമിഷമാണ്. ചില സഹോദരങ്ങളോടൊക്കെ, ഇടർച്ചയുള്ള സഹോദരങ്ങളോട് സ്നേഹം കാണിക്കണം, എന്റെ ഉള്ളിൽ നിന്ന് സ്നേഹം വരുന്ന കണ്ട് ഞാൻ സന്തോഷപ്പെട്ട് തകർന്ന് ദൈവത്തോട്, കർത്താവ് ഇത് എന്നിൽ നിന്ന് വന്നിട്ടുള്ളല്ലോ, നീ എന്നോട് ഇത്രയും വലിയ കരുണ കാണിച്ചു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലാണ് ഞാൻ കൂടുതൽ സംതൃപ്തി അനുഭവപ്പെട്ടിട്ടുള്ളത്, കൂടുതൽ സന്തോഷിച്ചിട്ടുള്ളത്. എന്നോട് ഏറ്റവും കൂടുതൽ അടുത്തിട്ടുള്ള മിക്കവാറുള്ളവർക്കറിയാം എന്റെ ഈ അസംതൃപ്തി ഉള്ളിൽ കിടക്കുന്ന കാര്യം. അപ്പോൾ ഇത് ദൈവം ഇട്ടിരിക്കുന്നതാണെന്ന് കുറെ കാലം കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത്. കാരണം ദൈവത്തിൽ മാത്രം ഇത് പോയി കഴിഞ്ഞാൽ ഞാൻ പതിയെ, ദൈവം ഒരിക്കൽ എന്നോട് കാണിച്ചൊരു വിഷനുണ്ട്. ഞാനിത് നേരത്തെ പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. അതായത് ഞാൻ ഭയങ്കര വിഷമത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിഷമം ഉണ്ടായതുകൊണ്ട് ഞാൻ ഈ ദൈവസന്നിധിയിൽ നിന്ന് എഴുന്നേക്കുന്നില്ല. കാരണം എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്റെ സ്വസ്ഥത പോകും. അപ്പൊ എഴുന്നേക്കാതെ തന്നെ അവിടെ ഇരിക്കുന്നു, പ്രാർത്ഥിക്കുന്നൊന്നുമില്ല, ചുമ്മാതിരിക്കുകയാണ്. ചുമ്മാതിരിക്കുന്നതിൽ എനിക്കൊരു സമാധാനമുണ്ട്. വചനം വായിക്കുന്നു, ഇടയ്ക്കൊക്കെ വചനം വായിക്കുന്നു, പിന്നെ ഇരിക്കുകയാണ്. കർത്താവിന്റെ ആ പ്രസൻസിൽ അങ്ങ് ഇരിക്കുകയാണ്. എഴുന്നേറ്റ് പോയി കഴിഞ്ഞാൽ എന്തോ ഒരു അസ്വസ്ഥതയാണ്. അപ്പോൾ ഞാൻ ദൈവം ഇതെന്താ ഇങ്ങനെ എനിക്കൊരു സ്വസ്ഥത കിട്ടുന്നില്ലല്ലോ. അപ്പോൾ ദൈവം എന്നെ കാണിച്ചൊരു വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാറയുടെ പിളർപ്പ്, ഒരു പാറ ലെഫ്റ്റ് സൈഡിലും ഒരു പാറയുടെ മതില് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും, ഇത് രണ്ടും കൂടെ ഞെരുക്കി എന്നെ ഇടത്തോട്ടും വലത്തോട്ടും തിരിയാൻ പറ്റാത്ത വിധം, എന്റെ തല പോലും തിരിക്കാൻ കഴിയാത്ത വിധം നേരെ ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. മുമ്പിൽ കർത്താവ് വളരെ പ്രകാശമായി സന്തോഷിപ്പിക്കുന്ന തരത്തിൽ തന്നെ നിൽക്കുക. അപ്പോൾ ഇത് എന്നെ കാണിച്ചത് ഇങ്ങനെ നിന്റെ നോട്ടം മാറാതിരിക്കാനാണ് ഈ സാഹചര്യം ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഒന്ന് ഈ പാറ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ ഞാൻ ഒന്ന് ഫ്രീ ആകും, ഞാൻ അങ്ങോട്ടോ ബാക്കിലോട്ടോ ഒക്കെ ഒന്ന് പോകാനൊക്കെ ഒന്ന് ശ്രമിക്കും. ഇത് ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ ഇടത്തോട്ടും വലത്തോട്ടും തിരിയാതെ കർത്താവിലേക്ക് മാത്രം നോക്കി നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് സന്തോഷം വന്നു. കർത്താവ് ഈ സാഹചര്യങ്ങൾ നീ ഇങ്ങനെ ആക്കിയിരിക്കുന്നത് നിങ്ങളിലേക്ക് മാത്രം ഞാൻ നോക്കിയിരിക്കേണ്ടതിന് വേണ്ടിയാണല്ലോ എന്നുള്ളത് എനിക്ക് സന്തോഷം. അപ്പൊ നമ്മളിവിടെ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ കർത്താവിൽ മാത്രം ആക്കിയിരിക്കേണ്ടതിന് ദൈവം പല സാഹചര്യങ്ങളിലൂടെ നമ്മളെ കടത്തിക്കൊണ്ടുപോകും. നമ്മുടെ സന്തോഷം കർത്താവിലാണോ എന്ന് അറിയിക്കേണ്ടതിന് വേണ്ടി നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ സഹോദരങ്ങൾ നമ്മളോട് എതിർക്കും, അവര് നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധം നമ്മളോട് ഇടപെടും, നമുക്ക് കിട്ടേണ്ട കാര്യങ്ങൾ നീതിയോടെ കിട്ടത്തില്ല. അപ്പൊ നീതിയോടെ കിട്ടിയാലേ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകത്തുള്ളൂ, അതോ കിട്ടിയില്ലേലും കർത്താവെ നിന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടല്ലോ വലിയ സമ്പത്ത്, അതിലെനിക്ക് സന്തോഷമുണ്ട്. അപ്പോൾ എന്താണ് എന്റെ സംതൃപ്തി, എന്താണ് എന്റെ സന്തോഷം? ഭൗതികമായ ഒരു കാര്യത്തിലും അല്ല, കർത്താവിലാണ്. അപ്പൊ എന്റെ ജീവിതത്തിലൂടെ മഹത്വപ്പെടുന്നത്, മഹത്വം കാണുന്നത്, അർജുന്റെ ലൈഫിലൂടെ മഹത്വം കാണുന്നത് ശുശ്രൂഷയല്ല. കാരണം അയാൾ അതിനകത്ത് മഹത്വം പറയുന്നില്ല ആരോടും. നീ എന്റെ കാര്യം വിടട്ടെ, വേറൊരാളുടെ കാര്യത്തിൽ അയാളുടെ കാര്യം ശുശ്രൂഷയല്ല, അയാളുടെ സമ്പത്ത് വലുതായിട്ട് അയാൾ കാണുന്നില്ല.
അതിനകത്ത് അയാൾക്ക് ഒരു സന്തോഷമില്ല. അപ്പോൾ അതല്ല അയാൾക്ക് മഹത്വം. അയാളുടെ ജീവിതത്തിൽ മഹത്വം ഉള്ളതായിട്ട് കാണിക്കുന്നത്. അയാളുടെ ജീവിതത്തിൽ എപ്പോഴും മഹത്വം ഉള്ളതായിട്ട് കാണിക്കുന്നത് അയാൾ സംതൃപ്തിയായിട്ട് എപ്പോഴും ഇരിക്കുന്നതും എപ്പോഴും ഓടിച്ചെന്ന് ആശ്രയിക്കാൻ ആഗ്രഹിക്കുന്നതും കർത്താവിൽ മാത്രമാണ്. അപ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ സംബന്ധിച്ച് അയാൾ ഏറ്റവും കൂടുതൽ ഗ്ലോറിയോടെ കാണുന്നത് എന്താണ്? ദൈവമായിട്ടുള്ള ബന്ധമാണ്. അപ്പോൾ അതാണ് അയാളുടെ ജീവിതം കൊണ്ട് അയാൾ ദൈവത്തിന്റെ നാമത്തെ എന്ത് ചെയ്യാണ്? ഗ്ലോറിഫൈ ചെയ്യുകയാണ്, മഹത്വപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 4-10 മുതലുള്ള വാക്യം അത് വായിക്കാമോ? 4-10 മുതൽ. ഫിലിപ്പിയ ലേഖനം 4-10 മുതൽ. നിങ്ങൾ പിന്നെയും എനിക്ക് വേണ്ടി വിചാരിപ്പാൻ തുടങ്ങിയതിനാൽ ഞാൻ കർത്താവിൽ വളരെ സന്തോഷിച്ചു. മുമ്പേ തന്നെ നിങ്ങൾക്ക് വിചാരമുണ്ടായിരുന്നു, എങ്കിലും അവസരം കിട്ടിയില്ല. ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടിരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. വാഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം. തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. എങ്കിലും എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകല. ഇവിടെ തന്റെ പൗലോസിന്റെ ലൈഫിലൂടെ താൻ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ് പൗലോസ് ഇവിടെ പറയുന്നത്. താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം. തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ശീലിച്ചിരിക്കുന്നു. എല്ലാ സാഹചര്യങ്ങളിലും ശീലിച്ചിരിക്കുന്നു. കാരണം എല്ലാ സാഹചര്യത്തിലും എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായിരിക്കുന്നു. എല്ലാ സാഹചര്യത്തിലും കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ സ്റ്റേബിൾ ആയിരിക്കുന്നു. കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ എല്ലാ സാഹചര്യങ്ങളും ഒരേപോലെ ആയിരിക്കുന്നു. ഇപ്പൊ പൗലോസിന് കഷ്ടതയാകട്ടെ പട്ടിണിയാകട്ടെ എല്ലാം പൗലോസ് പറയുന്നുണ്ടെങ്കിലും പൗലോസിന് ഓരോന്നോരോന്ന് വരുമ്പോ ഇങ്ങനെ മനസ്സ് അസംതൃപ്തി വന്നുകൊണ്ടിരിക്കുന്നില്ല. എല്ലാ സാഹചര്യങ്ങളിലും പൗലോസ് സംതൃപ്തനായിരിക്കാൻ ദൈവം പൗലോസിനെ പഠിപ്പിക്കുന്നുണ്ട്. ഇതൊരു ശുശ്രൂഷകന്റെ ലൈഫിൽ ദൈവം പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവത്തിന്റെ ശുശ്രൂഷയിലേക്ക് വിളിക്കുമ്പോൾ ദൈവം നടത്തുന്ന അവനെ കഷ്ടതയിലൂടെ കുറെ നാൾ കടത്തിക്കൊണ്ടു. അവിടെ ദൈവം മാത്രമേ സന്തോഷമുള്ളൂ എന്ന് അവനെ പഠിപ്പിക്കും. കുറെ നാള് കഴിഞ്ഞ് കുറച്ച് ശുശ്രൂഷയൊക്കെ രോഗികമായ പ്രൊവിഷൻസ് ഒക്കെ കൊടുത്ത് അവനെ നടത്തും. അവിടെയും ദൈവം മാത്രമേ സന്തോഷമുള്ളതെന്ന് അവനെ കൊണ്ട് പഠിപ്പിക്കും. ഇത് ദൈവത്തിന്റെ ശുശ്രൂഷന്മാരിൽ മാത്രമല്ല തന്റെ മക്കളെ എല്ലാവരെയും ദൈവം നടത്തുന്ന ഇങ്ങനെയാണ്. അവർക്ക് എല്ലാ സാഹചര്യങ്ങളിലും സംതൃപ്തി കണ്ടുവരാൻ കഴിയത്തില്ല. എല്ലാ സാഹചര്യത്തിലും ദൈവത്തിൽ മാത്രമേ സംതൃപ്തി കണ്ടെത്തുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഏതേലും ഒരു സാഹചര്യത്തിൽ അസംതൃപ്തി അനുഭവിക്കുന്നുണ്ട് എങ്കിൽ ദൈവത്തിൽ സന്തോഷിക്കും, സംതൃപ്തി കണ്ടെത്തും. ദൈവത്തിൽ സംതൃപ്തി കണ്ടെത്താനാണ് ദൈവം നമ്മളെ ആ സാഹചര്യം ആശ്രയിക്കുന്നത്. നമ്മുടെ എല്ലാ സാഹചര്യങ്ങളും നമ്മൾ ദൈവത്തിലുള്ള സന്തോഷം അന്വേഷിപ്പിക്കാൻ ദൈവം ഒരുക്കിയിരിക്കുന്നതാണ്. എല്ലാ കഷ്ടതയുടെ മധ്യത്തിലും ദൈവത്തിൽ അൺചേഞ്ചബിൾ ആയിട്ടുള്ള ഒരിക്കലും മാറാത്ത സന്തോഷം അവന്റെ വാഗ്ദത്തങ്ങളുടെ അടിസ്ഥാനത്തിലും നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. അതായത് ചേഞ്ചബിൾ അല്ലാത്തൊരു പ്രത്യാശ, നല്ല പ്രത്യാശയും ദൈവത്തിന്റെ നല്ല പ്രത്യാശയും ആശ്വാസവും നിത്യാശ്വാസവും നമുക്ക് നൽകപ്പെടുന്നുണ്ട് എല്ലാ സാഹചര്യവും. അത് നമുക്ക് എല്ലാ സാഹചര്യങ്ങളും അനുഭവിക്കുവാൻ ദൈവം നമ്മളെ ആഗ്രഹിക്കും. നമ്മുടെ എല്ലാ സാഹചര്യങ്ങളിലും വിശ്വാസത്താൽ നമ്മൾ ഈ സന്തോഷം എക്സസൈസ് ചെയ്യപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. നമ്മുടെ ജീവിതത്തിലൂടെ ദൈവം നാം മഹത്വമെടുക്കുന്നത്. 1 കൊരിന്ത്യർ ലേഖനം 10:31 പറയുന്നു, നിങ്ങൾ തിന്നാലും കുടിക്കുന്നതിലും എല്ലാത്തിലും ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യുമെന്ന് പറയുന്നുണ്ട് അല്ലെ? 1 കൊരിന്ത്യർ ലേഖനം 10:31 വായിക്കാം. ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്തു. എങ്ങനെയാണ് തിന്നാലും കുടിച്ചാലും ദൈവനാമത്തിന്റെ മഹത്വത്തിനായി ചെയ്യുന്നത്? തിന്നുമ്പോഴും കുടിക്കുമ്പോഴും ദൈവത്തിന്റെ മഹത്വത്തിനായി എങ്ങനെ ചെയ്യാൻ കഴിയും? ഒരാള് ഭക്ഷണം കഴിക്കുന്നു, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നു. ഈ ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെ ദൈവനാമത്തിന്റെ മഹത്വത്തിനായി ചെയ്യുന്നത്? ശരിയാണ്. ഇത് കഴിച്ച് നമ്മൾ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ചെയ്യുന്നത് കൊണ്ട് ഇതിന്റെ ആരോഗ്യം. അങ്ങനെയാണെങ്കിൽ വേല ചെയ്യാതെ ജോലി ചെയ്യുന്നവരുണ്ടല്ലോ. അപ്പോൾ അവരുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഇത് മഹത്വമായി തീരുന്നത്? ഇങ്ങനെ നമുക്ക് ഇതിനെ കാണാം. കാരണം നമ്മൾ ഈ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ ദൈവത്തിന്റെ സൃഷ്ടിയല്ലേ നമ്മളെ കാണുന്നത്. ആഹാരം അവൻ അല്ലെ? ചോറ് നമ്മൾ കഴിക്കുമ്പോൾ അരിമണി അതിങ്ങനെ ആകി ദൈവം എത്ര മനോഹരമായിട്ടാണ് അതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് എത്ര സ്വാദുള്ളതാണ്, എത്ര വ്യത്യസ്തമായാണ് ദൈവം അതിനെ സൃഷ്ടിച്ചുണ്ടാക്കിയിരിക്കുന്നത്. അതിന്റെ ആ വളർന്നു വരുന്നതും അത് നെല്ല് കൊണ്ട് തരുന്നതും. അപ്പോൾ ആ വയലിലെ ചെടികളും ആകാശവും എല്ലാം അവന്റെ നാമത്തെ പ്രകീർത്തിക്കുന്നു അല്ലെ? അപ്പോൾ നമ്മളിത് ഭക്ഷിക്കുമ്പോൾ നമ്മൾ ചുമ്മാതെ കഴിച്ചു പോകുന്നുണ്ട്. പക്ഷെ അവിടെ പുറകിലൊരു സൃഷ്ടാവിന്റെ വലിയ ജ്ഞാനത്തെ നമ്മൾ തിരിച്ചറിയുന്നില്ല. മാമ്പഴത്തിന്റെ ടേസ്റ്റ്, ഇതൊക്കെ എത്ര മനോഹരമായിട്ടാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ കഴിക്കുന്നതിലും എന്ത് ചെയ്യാണ്? ദൈവമേ, നിന്റെ സൃഷ്ടികൾ എത്ര മനോഹരം, നീ ഇതൊക്കെ മനുഷ്യന് വേണ്ടി ഇങ്ങനെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ടോ. ഇതൊക്കെ ദൈവം നമുക്ക് വേണ്ടി തന്നിരിക്കുന്ന നല്ല ദാനങ്ങൾ തന്നെയാണ്. ദൈവം സൃഷ്ടിച്ചതിൽ ഒന്നും മോശമല്ല, എല്ലാം നല്ലതാണ്. ദൈവനാമ മഹത്വത്തിനെ നല്ലതിനാക്കി സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ് ദൈവം പറയുന്നത്. അപ്പൊ ഇതൊക്കെ എന്താണ്? തിന്നുമ്പോഴും കുടിക്കുമ്പോഴും എല്ലാം
എല്ലാത്തിലും നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യും. ഇവിടെ നമ്മൾ ഇരിക്കുമ്പോൾ ചുവരുകളും ഈ പറയുന്ന ഫാനും ആയാലും ഇലക്ട്രിസിറ്റി ആയാലും ഇതെല്ലാം ദൈവം സൃഷ്ടിച്ചതാണ്. ദൈവം ഉണ്ടാക്കി. ദൈവത്തിൽ നിന്നാണ് ഈ എനർജിയുടെ സോഴ്സ് എല്ലാം. നമുക്ക് സ്തുതിക്കാനാണെങ്കിൽ എന്തുമേ ഉണ്ട്. ദാവീദ് സ്തുതിച്ചപ്പോൾ ദൈവമേ ആകാശത്തിന്റെ നിന്റെ കൈവേലയെ പ്രകീർത്തിക്കുന്നു. പൂക്കളും മലകളും അരുവികളും എല്ലാം നിന്റെ കൈവേല നിന്റെ നാമ മഹത്വത്തെ എടുത്ത് കാണിക്കുന്നു. ഇപ്പോൾ ദാവീദ് ഇങ്ങനെ പ്രകൃതിയെ നോക്കിയാണ്, നേച്ചറിനെ നോക്കി എൻജോയ് ചെയ്യുകയാണ്. എത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു, എത്ര മനോഹരമായിരുന്നു. നിന്റെ കഴിവ് എത്ര വലുതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്തുവാൻ കഴിയും. തീർച്ചയായിട്ടും ഇതെല്ലാം ദൈവം വെച്ചിരിക്കുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ. ദൈവം അതിൽ സന്തോഷിക്കുന്നുണ്ട്. കാരണം തന്റെ മക്കൾ ഇതൊക്കെ കണ്ട് സന്തോഷിക്കുന്നത് ദൈവം സന്തോഷിക്കുന്നുണ്ട്. തന്റെ മക്കൾ തന്റെ കൈവേല കണ്ടിട്ട് അപ്പൻ അധ്വാനിച്ചിട്ടുണ്ടാക്കിയ വിയർപ്പിന്റെ അധ്വാനം ഭക്ഷിച്ച് കഴിക്കുന്ന അത് കഴിക്കുമ്പോൾ മക്കള് അപ്പ ഇന്ന് കൊള്ളായിരുന്നു, ഇന്നത്തെ നല്ല ഭക്ഷണമായിരുന്നു എന്ന് പറയുമ്പോ അപ്പനുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട് അല്ലെ. അപ്പനുണ്ടാകുന്ന ഒരു സമാധാനമുണ്ട്. എന്റെ മക്കൾ എന്റെ അധ്വാനത്തെ എന്റെ കൈവേലെ സന്തോഷിച്ചു. അപ്പോൾ അപ്പനുണ്ടാകുന്ന സന്തോഷം, അതേ സന്തോഷം നമ്മുടെ സ്വർഗത്തിൽ അപ്പൻ അനുഭവിക്കുന്നുണ്ടെന്നേ. അപ്പൻ ആ ഇമോഷൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ അങ്ങനെയൊക്കെ നന്ദി പറയാനൊക്കെ അപ്പൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പൂർണ്ണമായ സംതൃപ്തിയും സന്തോഷവും ദൈവത്തിലായിരിക്കാൻ അത് അന്വേഷിക്കുവാൻ നമ്മൾ എപ്പോഴും ബോധവാന്മാരായിരിക്കണം. നമ്മൾ അത് കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിനൊരു കുറച്ച് വാക്യങ്ങൾ വായിക്കാം. സങ്കീർത്തനം അതിന്റെ 37-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം. യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്ത ആചരിക്കുക, യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക. ദൈവത്തിൽ തന്നെ എന്ത് ചെയ്യാനാ? രസിച്ചു കൊള്ളുക. രസം, നമ്മുടെ രസം മറ്റൊന്നിലും ആയിരിക്കരുത്. പാഷൻ, നമ്മുടെ പാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മുടെ പാഷൻ പാപത്തിലായിരുന്നു. പാപത്തോടുള്ള പാഷൻ നമ്മുടെ ശരീരത്തിലുണ്ട്. അതുകൊണ്ട് നമ്മുടെ പാഷൻ ക്രിസ്തുവിന്റെ ആത്മാവിനാൽ ദൈവത്തോടായിരിക്കാൻ, ആ തീഷ്ണത, തീവ്രമായ സ്നേഹം അത് ദൈവത്തോടെ ആയിരിക്കാൻ, എപ്പോഴും ദൈവത്തോടെ ആയിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. 1 പത്രോസിന്റെ ലേഖനം നമ്മുടെ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൽ മാത്രമാണ്. ഭൗതികമായ ഒരു സന്തോഷത്തിലും ഭൗതികമായ സെക്യൂരിറ്റിയിലും ഒന്നുമല്ല. ആരോഗ്യം എങ്ങനെ ആയിക്കോട്ടെ, ശരീരം എങ്ങനെ ആയിക്കോട്ടെ വെക്കുന്നത്, പക്ഷെ കർത്താവിൽ എനിക്ക് രസമുണ്ട്. അമിതമായ രസം, സന്തോഷം, ആനന്ദം കർത്താവിലുണ്ട്. 1 പത്രോസിന്റെ ലേഖനം 4-ന്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിക്കാവോ? പ്രിയമുള്ളവരെ, നിങ്ങളുടെ പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവിൻ. അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ ഇടവരും. സന്തോഷിച്ചു കൊള്ളുവിൻ. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവിൻ. അങ്ങനെ നിങ്ങൾ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ ഇടവരും. ഇതുപോലെ തന്നെ റോമാലേഖനം അതിന്റെ 12-ാം അധ്യായം 12 മുതലുള്ള വാക്യം ഇങ്ങനെ പറയുന്നു. ആശയിൽ സന്തോഷിപ്പിൻ, കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പിൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ, വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുകയും അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യും. റിജോയ്സ് ഇൻ ഹോപ്പ് എന്നാണ് പറയുന്നത്. പ്രത്യാശയിൽ സന്തോഷിപ്പിൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ബൈബിളിൽ ഏറ്റവും കൂടുതൽ പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എപ്പോഴും സന്തോഷിക്കും, നിങ്ങൾ പ്രത്യാശ ഓർത്ത് സന്തോഷിക്കും. അപ്പൊ ഈ സന്തോഷം നമ്മൾ എക്സസൈസ് ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിൽ മാത്രം സന്തോഷം എക്സസൈസ് ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. ഓരോ സാഹചര്യങ്ങളിൽ കർത്താവ് എനിക്ക് സന്തോഷം. അങ്ങനെ ഓരോ ദിവസവും നമ്മൾ സന്തോഷിക്കും തോന്നും. ഈ സന്തോഷം നമ്മുടെ ഈ സന്തോഷം വിശ്വാസത്തിന്റെ സമൃദ്ധിയാൽ വരുന്ന സന്തോഷമാണ്. കർത്താവ് എന്നിൽ ജീവിക്കുന്നു, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്നുള്ള വിശ്വാസത്തിന്റെ സമൃദ്ധിയാണ് ഈ സന്തോഷം എന്നിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതെന്ത് ചെയ്യും? എന്റെ ഹൃദയത്തെ ഈ സന്തോഷത്താൽ എസ്റ്റാബ്ലിഷ് ചെയ്യും. അപ്പൊ ഒരിക്കലും ചേഞ്ച് ചെയ്യാത്ത വിധം ഈ സന്തോഷം ഇങ്ങനെ വന്നു. എന്ത് സാഹചര്യം വന്നാൽ ഈ സഹോദരൻ ഒരു മാറ്റമില്ല. എപ്പോഴും സമാധാനം, സന്തോഷം, എപ്പോഴും സന്തോഷം. സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ കഷ്ടപ്പെടുന്ന കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമല്ല കേട്ടോ. അങ്ങനെ ഒരാള് കഷ്ടപ്പെട്ട് ചില ആൾക്കാരുണ്ട്, അത് എന്ത് കണ്ടാലും സന്തോഷം. അതുകൊണ്ട് ആരെങ്കിലും അടി കൊണ്ടാലും സന്തോഷിച്ചിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരുണ്ട് കേട്ടോ, വിശ്വാസികളിൽ തന്നെ. ഈ സന്തോഷം അവർ റോങ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യും. ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നം അനുഭവിക്കുന്നോ കുഴപ്പമില്ല സഹോദര, സന്തോഷമായിട്ട് ഇരിക്കുന്നൊക്കെ പറയും. കുഴപ്പമില്ല, ദൈവം അനുവദിക്കുന്നതാണ്, സന്തോഷമായിട്ട്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടം അനുഭവിക്കുന്ന സന്തോഷമായിട്ടിരുന്നു. വേറൊരുത്തൻ വേദന അനുഭവിക്കുന്ന കാണുമ്പോൾ ആ വേദനയെ നമ്മൾ പങ്കുചേരേണ്ടതായിട്ടുണ്ട്, സഹതാപം കാണിക്കേണ്ടതായിട്ടുണ്ടെന്ന് യോബിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. നീ സ്നേഹിതനാണെങ്കിൽ സ്നേഹിതന്റെ വേദനയിൽ പങ്കുചേരണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്റെ വേദനയിൽ ഞാൻ ദൈവത്തിൽ സംതൃപ്തി അനുഭവിക്കുന്നുണ്ട്. മറ്റുള്ളവന്റെ വേദനയിൽ കഴിവ് കാണിക്കുകയും മനസ്സലിവ് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ രക്ഷാകരമായ വിശ്വാസം ഒരു വിശ്വാസിക്ക് നൽകുന്ന ആദ്യത്തെ ബലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംതൃപ്തിയാണ്. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 6-ാം അധ്യായം 35-ാമത്തെ വാക്യം.
യേശു അവരോട് പറഞ്ഞത്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, എന്റെ അടുക്കൽ വരുന്നത് വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല. ഈ ജീവൻ ഉള്ളിലുള്ളവന് ഒരു നാളും ദാഹിക്കുകയില്ല, അവൻ ഒരു നാളും ദുഃഖം വരുത്തുക. ആ ജീവൻ അവൻ എന്ത് ചെയ്യുന്നു? അവന്റെ സംതൃപ്തി നൽകുന്നു. 2 കൊരിന്ത്യർ ലേഖനം അതിന്റെ 1-ാം അധ്യായം 24-ാമത്തെ വാക്യം. നിങ്ങളുടെ വിശ്വാസത്തിന്മേൽ ഞങ്ങൾ കർത്തൃത്വമുള്ളവർ എന്നല്ല, നിങ്ങളുടെ സന്തോഷത്തിന് ഞങ്ങൾ സഹായികൾ അത്രേ. വിശ്വാസ സംബന്ധമായി നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുവല്ലോ. ഇവിടെ പറയുന്നത് നിങ്ങളുടെ വിശ്വാസത്തിന് ഞങ്ങൾക്ക് കർത്തൃത്വമൊന്നുമില്ല, പക്ഷെ നിങ്ങളുടെ സന്തോഷത്തിന് ഞങ്ങൾ സഹായികൾ എന്ന് പറയുമ്പോൾ അവരുടെ വിശ്വാസം മൂലം ഉണ്ടായ സന്തോഷമാണ് ഇവിടെ പറയുന്നത്. വിശ്വാസ സംബന്ധമായി നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുവല്ലോ. വിശ്വാസത്തിന്റെ ഉറപ്പ് ഒരാൾക്ക് നൽകുന്ന സന്തോഷമാണ് ഇവിടെ പറയുന്നത്. വിശ്വാസത്തിന്റെ സമൃദ്ധി ഒരാൾക്ക് എന്ത് നൽകുന്നു? സന്തോഷം നൽകുന്നു. അപ്പോൾ ഒരാൾ കൂടുതൽ എപ്പോഴും വിശ്വസിക്കുന്നുണ്ട്, സന്തോഷം അയാൾ കർത്താവിലുള്ള സന്തോഷം അയാൾക്ക് എപ്പോഴും ഉണ്ട് എങ്കിൽ അതിന്റെ അർത്ഥം അയാൾ അത്രത്തോളം അയാൾ വിശ്വാസത്തിലാണ്, ആ വിശ്വാസത്താലാണ് നയിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിൽ അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. എന്ത് ജീവനായിക്കോട്ടെ, ജീവിക്കുന്നത് ക്രിസ്തുവാണ് മഹത്വപ്പെടുന്നത്, മരിക്കുന്നത് ലാഭം, ക്രിസ്തുവിന്റെ മഹത്വത്തിലേക്ക് ചെല്ലുന്നു, അതും അവന്റെ മഹത്വമാണ് കാണിക്കുന്നത്. എല്ലാവരും ജീവിക്കുന്നതും മരിക്കുന്നതും എല്ലാ സാഹചര്യങ്ങളിലും ക്രിസ്തു മഹത്വപ്പെടുന്നു. അപ്പോൾ ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം എന്ന് പറയുമ്പോൾ മരിക്കുന്നത് അവന്റെ മഹത്വത്തിലേക്കാണ് പോകുന്നത്. ജീവിക്കുന്നത് ക്രിസ്തുവിലുള്ള സന്തോഷമുണ്ട്, പ്രമോദമുണ്ട്, അവനിൽ ആനന്ദമുണ്ട്, അത് അവന്റെ മഹത്വത്തിലേക്കാണ് പോകുന്നത്. അപ്പൊ ഒരാളുടെ വിശ്വാസിയുടെ ജീവിതത്തിൽ അവൻ ജീവിക്കുന്നത് തന്നെ ക്രിസ്തുവിന്റെ മഹത്വത്തിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ക്രിസ്തുവിനുള്ള സംതൃപ്തി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കർത്താവിന്റെ നാമം തന്നെയാണ് അവിടെ മഹത്വപ്പെടുത്തുന്നത്. അപ്പോൾ പൗലോസിന്റെ ഹൃദയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, എല്ലായ്പ്പോഴും ക്രിസ്തുവിലുള്ള സന്തോഷമാണ് താൻ. ജീവിക്കുന്നത് തന്നെ ക്രിസ്തുവാണ്, മരിക്കുന്നത് ലാഭം. താൻ തന്റെ ജീവിതത്തിൽ തന്റെ ഓരോ സെക്കൻഡുകളും കൊണ്ട് ക്രിസ്തുവിന്റെ നാമത്തെയാണ് താൻ മഹത്വപ്പെടുന്നത്. നമുക്ക് ജീവിക്കുന്നത് ക്രിസ്തു എന്ന് പറയാൻ തക്കവണ്ണം ഒരു ലൈഫ് ഉണ്ടോ? ക്രിസ്തു മാത്രമേ ഗെയിൻ ചെയ്യുന്നുള്ളൂ, ക്രിസ്തുവിൽ മാത്രമേ സന്തോഷമുള്ളൂ, വേറെ ഒന്നുമില്ല. കർത്താവിൽ മാത്രം സന്തോഷം, വേറെ ഒന്നിലും സന്തോഷമില്ല. അതെങ്ങനെയാ തെളിയിക്കുന്നത്? നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സന്തോഷം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് സംരക്ഷിക്കാൻ ശ്രമിക്കും, അത് സംരക്ഷിക്കാൻ നിങ്ങൾ ശ്രമിക്കും. സ്വത്തുക്കളിൽ സന്തോഷം ഇല്ല എന്ന് പറയുന്നവർ അത് ആരെങ്കിലും കൊണ്ടുപോകുമ്പോൾ എന്തുകൊണ്ട് ഒരു വിഷമം വരുന്നു? കാരണം അതിലാ സന്തോഷം. അതിലല്ല സന്തോഷമെങ്കിൽ അത് പോകുന്ന കാണുമ്പോൾ സന്തോഷം നഷ്ടപ്പെടത്തില്ല, അത് സാധാ പോകുന്നു എന്നുള്ള രീതിയിലേ തോന്നുള്ളൂ. സന്തോഷം അവിടെ തന്നെ ഇരിക്കും. ആ പ്രാണനിൽ ഒരു സമാധാനം എപ്പോഴും കാണും. അത് എന്ത് പോയാലും യൂദ ശുശ്രൂഷയിലുള്ള കാശ് മുഴുവൻ അടിച്ചോണ്ട് പോകും. കർത്താവിന്റെ സന്തോഷം എന്തെങ്കിലും മാറ്റമുണ്ടോ? കർത്താവ് ഇതൊക്കെ അറിഞ്ഞിട്ടും കർത്താവിന്റെ മനസ്സ് സ്റ്റേബിളായി തന്നെ ആയിരിക്കുന്നു. കർത്താവ് ഈ നിശ്ചയമില്ലാത്ത ധനത്തിലല്ല സന്തോഷമുള്ളത്. നിശ്ചയമില്ലാത്ത ധനത്തിൽ കർത്താവ് സന്തോഷിക്കുന്നില്ല. നിശ്ചയമായുള്ള ക്രിസ്തുവിന്റെ എറ്റേണൽ ലവ്, ആ ദൈവസ്നേഹത്തിലാണ് നിലനിൽക്കുന്നത്. നിശ്ചയമല്ലാത്ത കാര്യത്തിൽ നമ്മൾ നമ്മുടെ സന്തോഷം വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിനായിരിക്കും ഗ്ലോറിയും പോകുന്നത്, നമ്മുടെ സന്തോഷം അതായിരിക്കും. അത് കുറെ നാൾ കഴിയുമ്പോൾ മാറുമ്പോൾ എന്ത് ചെയ്യും? ആ സന്തോഷം ഇല്ലാതായിരിക്കും. നിശ്ചയമുള്ളതും ഒരിക്കലും മാറാത്തതുമായ ദൈവസ്നേഹത്തിൽ നമ്മൾ ആയിരിക്കുന്നുവെങ്കിൽ അതൊരിക്കലും നശിച്ചു പോകുന്നില്ല, അത് തോറ്റു പോകുന്നില്ല. അത് എപ്പോഴും നമ്മുടെ ഉള്ളിൽ ദൈവസ്നേഹവും ദൈവസന്തോഷവും നമുക്ക് നൽകപ്പെടും. നമ്മൾ എപ്പോഴും സന്തോഷിക്കാൻ ഇടയാകും. പക്ഷേ ഇങ്ങനെ ഒരു ഹൈ സ്പിരിച്വൽ ലൈഫിലേക്ക് നമ്മൾ പടിപടിയായിട്ടാണ് വളരുന്നത്. നമ്മൾ അങ്ങനെ അല്ല എന്നും പറഞ്ഞ് നമ്മൾ ആ സ്പിരിച്വൽ ഓട്ടത്തിലല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നമ്മൾ പതിയെ ക്രിസ്തു നമ്മളിൽ വളരുന്നതിനനുസരിച്ച്, ക്രിസ്തുവിൻ്റെ ജീവൻ, അവൻ്റെ പരിജ്ഞാനം, അവൻ്റെ ജീവനാൽ നമ്മുടെ ഉള്ളിൽ വളരുന്നതിനനുസരിച്ച് ഈ ലോകത്തോടുള്ള നമ്മുടെ അടുപ്പം അകന്നകന്ന് നമ്മൾ ആത്മീക മനുഷ്യൻ്റെ പക്വതയിലേക്ക്, പരിജ്ഞാനത്തിൻ്റെ തികവിലേക്ക് പതിയെ വളരുന്നതാണ്. പക്ഷേ വിശ്വാസത്താൽ അതിലേക്കുള്ള ഒരു ഓട്ടം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വളരെ എവിഡന്റ് ആയിരിക്കും. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 4-ാമത്തെ വാക്യം പറയുന്നു, കർത്താവിൽ സന്തോഷിപ്പിൻ. ഞാൻ പിന്നെയും പറയുന്നു കർത്താവിൽ സന്തോഷിപ്പിൻ എന്ന് പറയുന്നത് കൽപ്പനയായിട്ടാണ് പറയുന്നത്. പുതിയ നിയമത്തിന്റെ ഒരു കൽപ്പനയായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനെ കാണാം, റിക്വസ്റ്റ് അല്ല. കർത്താവിൽ സന്തോഷിപ്പിൻ. സഭയുടെ സന്തോഷം കർത്താവ് മാത്രമാണ്. അപ്പോൾ ലോകം നോക്കുമ്പോൾ നമ്മുടെ സന്തോഷം കർത്താവ് മാത്രമായിരിക്കണം, വേറെ ഒന്നും ആയിരിക്കരുത്. അവൻ നൽകുന്ന പ്രത്യാശയും അവൻ തന്ന വാഗ്ദത്തങ്ങളും ആയിരിക്കണം, വേറെ ഒന്നും ആയിരിക്കരുത് നമ്മുടെ സന്തോഷം. ലോകം നോക്കുമ്പോൾ ആ സഭയുടെ സന്തോഷം കർത്താവെന്നും അവന്റെ നാമവും അവന്റെ വാഗ്ദത്തങ്ങളുമാണ്. ഇതല്ലാതെ അവർക്ക് ഒന്നുമില്ല സംതൃപ്തി. അപ്പൊ ആ സഭ മുഴുവനും അവരുടെ ജീവിതം കൊണ്ട് ഗ്ലോറിഫൈ ചെയ്യുന്നത് ആരെയാണ്? കർത്താവിനെയാണ്. അങ്ങനെയാണ് ദൈവനാമം നമ്മളുടെ ഇടയിൽ വിശദീകരിക്കപ്പെടുന്നത്. ദൈവമക്കളുടെ ഇടയിൽ ദൈവനാമം ഉയർത്തപ്പെടുന്നത് അങ്ങനെയാണ്. അവന്റെ നാമം, ഈ നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല. ഈ നാമത്തെ വളരെ വ്യത്യസ്തമാക്കി മറ്റുള്ളവരുടെ മുന്നിൽ നിർത്തുന്നത്, ജാതികളുടെ മുന്നിൽ നിർത്തുന്നത് നമ്മുടെ ഈ പ്രത്യാശയും സംതൃപ്തിയാണ്. നമ്മുടെ ഈ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിലുള്ള ആശ്വാസവും സംതൃപ്തിയാണ്.
അപ്പോൾ എപ്പോഴും സന്തോഷിപ്പിൻ. ക്രിസ്തുവിൽ സന്തോഷിപ്പാൻ നമ്മൾ മറ്റുള്ള കാര്യങ്ങളെയൊക്കെ വിട്ട് കർത്താവ് തരുന്ന നല്ല ദാനങ്ങളെ ഓർക്കും. കർത്താവിൽ മാത്രം നമ്മുടെ സന്തോഷം നിലനിൽക്കുന്നോ എന്ന് എപ്പോഴും ചോദന ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്റെ സന്തോഷം മറ്റുള്ള കാര്യങ്ങളിലാണോ നിലനിൽക്കുന്നത്, അത് കർത്താവിലാണോ? അതുകൊണ്ട് എന്റെ ഹൃദയം കലങ്ങിയാലും വിഷമിച്ചാലും എന്താണ്, എപ്പോഴും എനിക്ക് കർത്താവിൽ നിലനിൽക്കുന്ന ഒരു സന്തോഷമുണ്ട്. എല്ലാ സാഹചര്യങ്ങളിലും എനിക്ക് കർത്താവിൽ സ്വസ്ഥതയുണ്ട്. ആ പ്രസൻസിലേക്ക് നമുക്ക് എപ്പോഴും പോകാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കർത്താവിന്റെ പ്രസൻസിലും ആ സന്തോഷത്തിലേക്കും നമ്മൾ എപ്പോഴും ആയിരിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആ പ്രസൻസിൽ സന്തോഷമുള്ളവരായിരിക്കാൻ, സംതൃപ്തി ഉള്ളവരായിരിക്കാൻ ദൈവം സഹായിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു. സ്തോത്രം.